ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വയറ്റിലെ വിഷാംശങ്ങളൊക്കെ കളയാനും പനിക്കും എല്ലാത്തിനും ഒരുപാട് നല്ലതാണ്. ഇപ്പം വെയിറ്റ് കുറയ്ക്കുന്നവർക്കാണെങ്കിലും ചായ അഡിക്റ്റ് ആയവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് പേരയില, തുളസിയില, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ്, കരുപ്പട്ടി, പിന്നെ പനിക്കുറുക്ക ഇത്രയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പേരയില ദഹനത്തിനൊക്കെ സഹായിക്കും. നമ്മൾ വെള്ളം അണിട്ട് കുടിക്കാനൊക്കെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പല പഠനത്തിലും തെളിയിച്ചിട്ടുണ്ട്. പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും പിന്നെ മോണവീക്കത്തിനും മുറിവുകൾ ഉണക്കാനൊക്കെ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ പേരയില. പിന്നെ തുളസിയില രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ സഹായിക്കുകയും ചുമയ്ക്കും ജലദോഷത്തിനും അതിലും ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും പിന്നെ തൊണ്ടവേദനയ്ക്ക് കഷായമായിട്ട് ഉപയോഗിക്കുന്നു. ശംഖുപുഷ്പത്തിനകത്തും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ചായയായിട്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഓർമ്മശക്തിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ കരിപ്പട്ടിക്ക് പനനീരിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇതിനകത്ത് ഇരുമ്പ്, പൊട്ടാഷ്യം ഒക്കെ ഒരുപാട് ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. പനിക്കുറുക്ക ചുമയും ജലദോഷം മൂക്കടപ്പൊക്കെ മാറുന്നതിനും ഒരുപാട് നല്ലതാണ്. ഇതിൻ്റെ ഇലയൊക്കെ പിഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പനിയൊക്കെ മാറും. പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്, ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ അതിനകത്ത് തുളസിയില ഇട്ടിട്ടുണ്ട്. പനിക്കുറുക്ക നല്ല കിളുന്ത ഇല എടുക്കണേ. കുറച്ച് പേരയില എടുത്തിട്ടുണ്ട്. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഇല. നല്ല മഴയാണ് ഇവിടെ, ഇത് കഴിക്കാനും കുടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ ബ്ലഡ് ഉണ്ടാക്കുന്നതിനും ഒരുപാട് നല്ലതാണ്. പനിക്കുറുക്കയും കരിപ്പെട്ടി ഇത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഇതിനകത്ത് 1 ഗ്ലാസ് അളവിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അന്നേരം അതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ വരും കേട്ടോ. ഇത് ഞാൻ കുടിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരു നേരം ചായ കുടിച്ചിട്ട് ഒരു നേരം ഇതാണ് കുടിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഏറ്റവും നല്ലതുമാണ് കേട്ടോ. പിന്നെ ഗുരുതരമായിട്ട് രോഗങ്ങളുള്ളവരും അതിന് മെഡിസിൻ ഒന്നും കഴിക്കുന്നവരൊക്കെ ഇത് കുടിക്കാമെന്ന് ഞാൻ പറയത്തില്ല. അന്നേരം നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുടിക്കുക. ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു നേരം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് കുടിക്കും. നമ്മുടെ വയറ്റിലെ അഴുക്ക് മാറുന്നതിനും എല്ലാത്തിനും ഒരുപാട് നല്ലതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കുടിക്കണമെന്ന് ഞാൻ പറയും. അന്നേരം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഞാൻ 5 മിനിറ്റ് തീ കുറച്ചിട്ടായിരുന്നു. അപ്പം അതിൻ്റെ സത്തക്കളൊക്കെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ കിട്ടും. ശർക്കര ഇടുന്നതിനെക്കാട്ടിലും പഞ്ചസാര ഇടുന്നതിനെക്കാട്ടിലും നല്ലത് കരിപ്പെട്ടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൽക്കണ്ടം ഉപയോഗിക്കാം. കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി. അന്നേരം നിങ്ങളൊന്ന് കുടിച്ചു നോക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുവാന്ന് തന്നെ അറിഞ്ഞില്ല. കുടിച്ചിട്ട് നിർത്താൻ എനിക്കൊന്നുമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്, അത്രയ്ക്ക് നല്ല ഒരു റിഫ്രഷിംഗ് ആണ് നമുക്കത് കുടിക്കാൻ. അപ്പം അന്നേരം നിങ്ങൾക്ക് ഈ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം, ഹൈപ്പ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.